പുസ്തകക്കൂട്ട് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരും വരും. നമുക്ക് കടന്നെത്താനോ കഴിയാത്ത കാലത്തെക്കുറിച്ചും ലോകങ്ങളെക്കുറിച്ചും അറിവുകൾ നൽകുന്നത്, അനുഭവങ്ങൾ നൽകുന്നത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാധാന്യവും ഇതുതന്നെയാണ്. അപ്പോൾ പുസ്തകക്കൂട്ട് എന്നൊരു പരിപാടി തുടങ്ങുമ്പോൾ പുസ്തകങ്ങൾ നമുക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. സമകാലിക പ്രസക്തിയുള്ള പുസ്തകങ്ങൾ, അത് പഴയതാവാം, പുതിയതാവാം. ചില പുസ്തകങ്ങൾ ആവർത്തിച്ച് വായിക്കാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. വളരെ പുതുതായിട്ടിറങ്ങുന്ന പുസ്തകങ്ങൾ നമ്മുടെ അനുഭവ ലോകത്തെയും അറിവിൻ്റെ ലോകത്തെയും വല്ലാതെ വിസ്താരപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് മറ്റെല്ലാ കൂട്ടുകളെയും പോലെ, മറ്റെല്ലാ സൗഹൃദങ്ങളെയും പോലെ പുസ്തകവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദമാണ് എന്നുള്ളതാണ് ഈ പരിപാടി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഇപ്പോൾ ഏറ്റവും പുതുതായി വായിച്ചൊരു പുസ്തകം സുധാ മേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്നുള്ള പുസ്തകം. ആ പുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മണിപ്പൂർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പുസ്തകം വായിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ചില അർത്ഥതലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആഭ്യന്തരമോ എതിരാളികൾ തമ്മിലുള്ളതായ എല്ലാ യുദ്ധങ്ങളും മനുഷ്യാരംഭകാലം മുതൽക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ അതിലൊരുപാട് പരുക്കുകളുണ്ടാവുന്നു, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവുന്നു, വംശഹത്യകളുണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്, ഏറ്റവും ക്രൂരമായ അനുഭവങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മണിപ്പൂർ അതാണ് നമ്മളോട് പറഞ്ഞത്. അവിടെ എത്ര ക്രൂരമായിട്ടാണ് ഒരു പുരുഷാധിപത്യ സമൂഹം ഭരണകൂടത്തിൻ്റെ ഒരുപക്ഷെ പിന്തുണയോടുകൂടി വംശഹത്യയോളം എത്തുന്ന കലാപം നടത്തുകയും യുദ്ധം നടത്തുകയും അവരുടെ വീരതയുടെ, അവരുടെ കയ്യൂക്കിൻ്റെ അടയാളങ്ങളായി സ്ത്രീകൾക്കുമേൽ എല്ലാ ക്രൂരതകളും ചൊരിയുകയും ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. തൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ യുദ്ധത്തിൽ വലിയ ക്ഷതം സംഭവിക്കുന്ന രാജ്യങ്ങളിലെ സ്ത്രീകളെ ശാക്തീകരിക്കുകയും അവർക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റേതര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഇന്ത്യയിലെ വാറങ്കൽ എന്നീ പ്രദേശങ്ങളിൽ യുദ്ധത്തിൻ്റെ അടിയന്തര സാഹചര്യങ്ങൾക്ക് ശേഷം എത്തിച്ചേർന്ന സുധാ മേനോൻ കണ്ട കാഴ്ചകളും കേട്ട കാര്യങ്ങളുമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ ശ്രീലങ്കയെക്കുറിച്ചുള്ള അധ്യായത്തിൽ, ശ്രീലങ്കയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് തമിഴ് പുലികളും സിംഹള സർക്കാരും തമ്മിൽ എത്രയോ ദശാബ്ദങ്ങളായി നീണ്ടുനിന്ന യുദ്ധം അതിക്രൂരമായ വിധത്തിൽ ഇപ്പോൾ അവസാനിച്ചു. തമിഴരെ ഏതാണ്ട് വംശനാശം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ സുധാ മേനോൻ ഇങ്ങനെയാണ് എഴുതുന്നത്: ശ്രീലങ്കയിലെ സിംഹളരും തമിഴരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് മിക്കവാറും എല്ലാ തമിഴ് കുടുംബങ്ങളിലെയും പുരുഷന്മാർ കൊല്ലപ്പെടുകയോ പലായനം ചെയ്യുകയോ ചെയ്തു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ ചുടുരക്തത്തിൽ നിന്ന് തമിഴ് ഈഴം ആവാഹിച്ച് എടുക്കാൻ തുനിഞ്ഞിറങ്ങിയ LTT പ്രവർത്തകർ കൊണ്ടുപോയി അവരുടെ പട്ടാളത്തിൽ ചേർത്തു.
ബലാത്സംഗത്തിന് വിധേയമായ നൂറുകണക്കിന് കുട്ടികളും കണ്ണീരുപറ്റിയ അമ്മമാരും മാത്രമാണ് ഭട്ടിക്കൊളോവയിൽ ഉണ്ടായിരുന്നത്. ഭട്ടിക്കൊളോവയിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. ആ നാടിനെക്കുറിച്ച്, തമിഴർ മട്ടിക്കളപ്പ് എന്ന് പറയുന്ന നാടിനെക്കുറിച്ച് അവരുടെ പഴമൊഴി മീൻ പാടും തേൻ രാജ്യം എന്നായിരുന്നു. മീൻ പാടുന്ന തേനൂറുന്ന രാജ്യം എന്നായിരുന്നു. പക്ഷേ അത് എല്ലാം തകർന്നു കിടക്കുന്ന, മനുഷ്യരും കെട്ടിടങ്ങളും പ്രകൃതിയും പുഴയും എല്ലാം തകർന്നു കിടക്കുന്നൊരു ശൂന്യപ്രദേശമായി മാറുകയാണ് ഉണ്ടായത്. അവിടുത്തെ സ്ത്രീകളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് പുരുഷ സൈന്യം, അത് സിംഹള സൈന്യം മാത്രമല്ല, പുരുഷ സൈന്യം കൂടിയാണ്, പുരുഷ മനോഭാവമുള്ള സൈന്യം കൂടിയാണ് അവർ ശ്രീലങ്കയിലെ സ്ത്രീകളെ കൈകാര്യം ചെയ്തത് എന്ന് സുധാമേനോൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. യുദ്ധം എക്കാലത്തും സ്ത്രീയോട് അനീതിയെ ചെയ്തിട്ടുള്ളൂ. യുദ്ധം തന്നെ നീതിയാണ്. പക്ഷെ അതിൽ കൂടുതൽ അനീതി അനുഭവിക്കുന്നത്, ദുരിതം അനുഭവിക്കുന്നത്, ക്രൂരതകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. നമ്മുടെ ആധുനിക യുദ്ധ നിയമങ്ങളിൽ പല ഇടങ്ങളിലും വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നല്ല. ആശുപത്രികളിൽ വെച്ച്, സിവിലിയന്മാരോട്, കുട്ടികളോട്, സ്ത്രീകളോട്, നിരായുധരോട്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും യുദ്ധങ്ങളിൽ പരിപാലിക്കാറില്ല. അതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച്, ശ്രീലങ്കയിലെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ്: മാത്രമല്ല, സ്ത്രീ ശരീരം ദക്ഷിണേന്ത്യൻ സമൂഹത്തിൽ ഗോത്രാഭിമാനത്തിൻ്റെ ചിഹ്നം കൂടിയാണ്. പലപ്പോഴും ദേശീയതകളെ അടിച്ചേൽപ്പിക്കുന്നതും അപരദേശീയതകളെ മുറിവേൽപ്പിക്കുന്നതും സ്ത്രീ ശരീരങ്ങളെ ലൈംഗികമായി കീഴടക്കിക്കൊണ്ടാണ്. ശ്രീലങ്കയിലെ ഒരു തമിഴ് സ്ത്രീയുടെ ശരീരം ഒരു സിംഹള പട്ടാളക്കാരൻ കാണുന്നത് തമിഴ് ഈഴത്തിൻ്റെ പ്രതീകം ആയിട്ടാണ്. സാധുവായ തമിഴ് സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള ലൈംഗികമായ ഓരോ കടന്നുകയറ്റത്തിലും അവൻ ജയിക്കുന്നത് തമിഴിൻ്റെ ആത്മാഭിമാനത്തെയാണ്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സമാനമായ രീതികൾ കാണാം. മതവും സാമ്രാജ്യത്വമോഹവും മുതലാളിത്തവും ബഹുരാഷ്ട്ര കമ്പനി ഭീമന്മാരുമെല്ലാം ചേർന്ന് ദരിദ്ര രാജ്യങ്ങളിൽ യുദ്ധവും അസ്ഥിരതയും കലാപവും ചൂഷണവും ദാരിദ്ര്യവും അടിമത്തവും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുവെന്ന് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രീലങ്കയിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും പാകിസ്ഥാനിലായാലും പ്രകൃതി ദുരന്തമുണ്ടായ നേപ്പാളിലായാലും കെട്ടിടം തകർന്നു വീണ് മനുഷ്യർ ദുരിതത്തിലേക്ക് ആണ്ടുപോയ ബംഗ്ലാദേശിലായാലും കീടനാശിനി വിത്ത് ആഗോള ഭീമന്മാരുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഇന്ത്യൻ കർഷകരെക്കുറിച്ചായാലും എല്ലാറ്റിലും ഒരു വളരെ മനുഷ്യ നന്മയെക്കുറിച്ച് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിൽ, മനുഷ്യ നന്മ എന്നൊന്നിനെക്കുറിച്ച് നമുക്ക് വല്ലാത്ത എതിരഭിപ്രായങ്ങളുണ്ടാവുന്ന വിധത്തിൽ ഉള്ള അനുഭവങ്ങളുണ്ടാവുന്നുണ്ട്. എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും ഒരുപോലിരിക്കും, എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളും അതിൻ്റേതായ രീതിയിൽ അസന്തുഷ്ടമായിരിക്കും എന്ന് പറഞ്ഞത് അന്നാ കരണീന തുടങ്ങിയത് ടോൾസ്റ്റോയാണ്. പക്ഷേ ഈ യുദ്ധങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും ഒക്കെ അടയാളപ്പെടുത്തലുകൾ വായിക്കുമ്പോൾ അത് നേരെ തിരിച്ചല്ലേ എന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളും, ദുരന്തം പേറിയ എല്ലാ കുടുംബങ്ങളും ഒരേപോലെ ഇരിക്കുന്നു. അതിൽ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ വിശന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീലങ്കയിലെ വട്ടിക്കുളോവയിലെ ജീവലതയുടെ ജീവിതമാണെങ്കിലും, അഫ്ഗാനിസ്ഥാനിലെ സറൂബിയിലെ ഷമീമിൻ്റെയും പർവീനിൻ്റെയും ജീവിതമാണെങ്കിലും, പാകിസ്ഥാനിലെ സിന്ധിൽ സൈറയുടെ ദുരന്തങ്ങളാണെങ്കിലും, യുദ്ധത്തോളം തന്നെ ഭീകരമായ കോർപ്പറേറ്റ് ആക്രമണങ്ങൾ കൊണ്ട് തകർന്നതാണ് സഫിയുടെ ജീവിതം എന്നുള്ളതും, ചതി നിറഞ്ഞ
ആക്രമണങ്ങളിൽ ചിതറിപ്പോയ ജീവിതമാണ് നമ്മുടെ വാറുങ്കൽ സംഭവിച്ചത് എന്നതും ദേവമ്മയുടെ ജീവിതം ദാരിദ്ര്യം കൊണ്ട് ലൈംഗിക തൊഴിലാളിയുടെ ജീവിതത്തിൽ ആ വാക്ക് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരു തൊഴിലാണ്. നമ്മൾ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിലൊരു മാന്യതയുണ്ട്. പക്ഷെ അത്തരം മാന്യതകൾ സമൂഹം ഈ തൊഴിലിന് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ലൈംഗിക തൊഴിലാളി എന്നുള്ള ആ പ്രയോഗം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. നേപ്പാളിലെ ശ്രേഷ്ഠ അത്തരത്തിൽ 13-ാമത്തെ വയസ്സിൽ മനുഷ്യക്കടത്തിലൂടെ മുംബൈ ചുവന്ന തെരുവിലെത്തുകയും വെറും 17-ാമത്തെ വയസ്സാവുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. അവളെ വേണ്ട. അപ്പോൾ ഇങ്ങനെ എല്ലാ നാടുകളിലെയും സ്ത്രീകൾ, ഈ പുസ്തകത്തിൽ പറയുന്ന എല്ലാ നാടുകളിലെയും സ്ത്രീകൾ അനുഭവിക്കുന്നത് ഏതാണ്ട് ഒരേ തരത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളുമാണ്. അത് അവർക്ക് വരുത്തി വയ്ക്കുന്നത് ആണാധിക്യ സമൂഹമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ പുരുഷന്മാരുടെ തലയിലും താടിയിലും താഴോട്ട് വളരുന്ന രോമങ്ങളാണ് സമൂഹത്തിലെ ദൈനംദിന ജീവിതചര്യങ്ങളെ നിർണ്ണയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്നുള്ള അവസ്ഥയിലാണ് ഈ നാടുകളിലും മിക്കവാറും എല്ലാ നാടുകളിലും അങ്ങനെയാണ്. സ്ത്രീകളെ അടക്കവും ഒതുക്കവും പഠിപ്പിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പം അതുകൊണ്ട് ഈ പൗരോഹിത്യത്തെ, ഇത് പുരോഹിതന്മാരുടെ കാലമാണ്. അത് നമ്മൾ രാമായണം മുതൽ നമ്മൾ അറിയുന്നൊരു കാര്യം പൗരോഹിത്യത്തിൻ്റെ മേൽക്കോയ്മയാണ്. ഈ പൗരോഹിത്യത്തെ പിൻപറ്റി ഉണ്ടാവുന്ന ഭരണകൂടങ്ങളും ഇത്തരത്തിൽ സ്ത്രീകളെ ഏതെല്ലാം തരത്തിൽ അടിമകളാക്കി വയ്ക്കാം എന്നുള്ളതാണ്. പാകിസ്ഥാനിലൊരു കഥ പറയുമ്പോൾ അവിടെ ഹാജിറ എന്ന പെൺകുട്ടിയെ സദാചാര വിരുദ്ധ കുറ്റം ചുമത്തിയിട്ട് കല്ലെറിഞ്ഞു, കാരാക്കോരി എന്നുള്ള നിയമമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്ന അതിന് മുൻപിൽ നിന്ന ഒരു ജന്മി, ആ ജന്മി അയാളുടെ മകളെ പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലാണ്. പാകിസ്ഥാനിൽ മറ്റ് സ്ത്രീകൾ എല്ലാ തരത്തിലുള്ള മതശാസനങ്ങൾക്കും അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവർ സ്വന്തം മക്കളെ വിദേശ സർവകലാശാലകളിൽ അയച്ച് പഠിപ്പിക്കുന്നൊരു ഇരട്ടത്താപ്പിനെക്കുറിച്ച് സുധാ മേനോൻ പറയുന്നുണ്ട്. പുരുഷാധിപത്യത്തിൻ്റെ ഏറ്റവും നികൃഷ്ട രൂപമാണ് സിന്ധിൽ എന്നാണ് സുധാ മേനോൻ പറയുന്നത്. ഹാജിറയെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. പർവീൻ്റെ സുഹൃത്തായ ഹാജിറയെ കല്ലെറിഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പഷ്തൂൺ ജന്മി അവളെ ബലാത്സംഗം ചെയ്യുകയും അവളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവൾ മറ്റൊരു പുരുഷനുമായിട്ട് പ്രണയത്തിലായപ്പോൾ ആ പ്രണയം കണ്ടുപിടിച്ചിട്ട് ഇവൾ അവിഹിതമായി നടന്നു എന്ന് പറഞ്ഞിട്ടാണ് അവളെ കാരാക്കോരി നിയമമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ഈ കല്ലെറിഞ്ഞ് അവശയായി കല്ലേറുകൾ കൊണ്ട്, ജന്മി അടക്കമുള്ള ആണുങ്ങളുടെ കല്ലേറുകൾ കൊണ്ട് അവശയായി കിടക്കുന്ന ഈ ഹാജിറയെ കാണാൻ സുഹൃത്ത് പോകുന്നുണ്ട്. പക്ഷെ അവളെ രക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവളെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവിതവും ചിലപ്പോൾ കാരാക്കോരിക്ക് വിധേയമാകും എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ നാറ്റോ സൈന്യവും താലിബാനും സ്വന്തം ഭർത്താക്കന്മാരും ആൺമക്കളും പുരോഹിതരുമൊക്കെ ചേർന്ന് പിഴുതെറിഞ്ഞു കളഞ്ഞ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായിരുന്നു അവർക്ക് ജീവിതം എന്ന് പറയുന്നുണ്ട്. മക്കൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ ജീവിതം നിലനിർത്തിയത്. ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ സേനയും പിൻവാങ്ങിയതോടുകൂടി വീണ്ടും താലിബാൻ്റെ പിടിയിലായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എത്രമാത്രം ദുരന്തപൂർണമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ദുരന്തപൂർണമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനെ ഓർമ്മ വരും. അതിർത്തി ഗാന്ധി എന്നാണ് നമ്മൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഭാരതരത്നം കൊടുത്ത് ഇന്ത്യ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ വിഭജിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പുള്ളൊരു പഷ്തൂൺ നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അതിർത്തി ഗാന്ധിയെ
നമ്മളിപ്പോൾ ഓർക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇത്രയും ഭീകരമായ ജീവിതാവസ്ഥകളെ നാം ഈ പുസ്തകത്തിലൂടെ അറിയുന്നത് കൊണ്ടാണ്. പാറങ്കലിൽ രേവമ്മ വിത്ത് കീടനാശിനി ഭീകരന്മാരുടെ പ്രലോഭത്തിൽ കുടുങ്ങിയിട്ട് രേവമ്മയുടെ ഭർത്താവ് കടക്കാരനാവുകയും കടം തിരിച്ചടക്കാൻ ഒരു മാർഗവുമില്ലാതെ പരമ്പരാഗതമായി ചെയ്തു പോന്നിരുന്ന മുളക് കൃഷിയെ ഉപേക്ഷിച്ചിട്ട് ആന്ധ്രയിലെ കർഷകർ പരുത്തി കൃഷിയിലേക്ക് മാറുന്നു. പരുത്തിക്ക് ഒരുപാട് പണം കിട്ടും എന്ന് വ്യാമോഹിപ്പിച്ച് പ്രലോഭിപ്പിച്ചിട്ട് ഒടുവിൽ കൃഷി ചെയ്ത് ഒരുപാട് പരുത്തി വിളയുണ്ടായപ്പോൾ അവർ പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും വില കിട്ടാതെ എല്ലാവരും കടക്കാരാവുകയും തകരുകയും സാമ്പത്തികമായി തകരുകയും ചെയ്തു. ഈ തകർച്ചയിൽ നിന്ന് കരകയറാനാവില്ല എന്നുള്ള ബോധം കൊണ്ടോ എന്തോ രേവമ്മയുടെ ഭർത്താവ് ബാക്കിയുണ്ടായിരുന്ന കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു രേവമ്മയുടെ ഭർത്താവല്ല, 1995 മുതൽ 2022 വരെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കണക്ക് ഏതാണ്ട് 3 ലക്ഷം വരും. ഇത് കണക്ക് മാത്രമാണ്. സത്യം ഒരുപക്ഷേ ഇതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കർഷകർ, അവരുടെ കുടുംബം, ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്ന സ്ത്രീ ജീവിതങ്ങൾ, മക്കൾ നഷ്ടപ്പെടുന്ന അമ്മമാർ, തങ്ങളുടെ മുന്നിൽ വെച്ച് പ്രിയപ്പെട്ടവരെ കൊല ചെയ്യുന്നത് കാണേണ്ടി വരുന്ന സ്ത്രീകൾ, ദുരന്തത്തിന് മുകളിൽ ദുരന്തമായി തീരുന്ന മനുഷ്യാവസ്ഥയെക്കുറിച്ച് ആണ് ഈ പുസ്തകം പറയുന്നത്. ഇത്തരത്തിലുള്ള മഹാവേദനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീ ജീവിതങ്ങൾ പൊതുവായി കാണുന്ന ഒരു സവിശേഷത, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സ്ത്രീകളെല്ലാം അനന്യമായ, ഒരുപക്ഷെ മറ്റാർക്കും സാധിക്കാത്ത വിധത്തിലുള്ള ആത്മവീര്യം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചടികളിൽ, കൊടും ക്രൂരമായ അനുഭവങ്ങളിൽ പതറി നിൽക്കുമ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് വരാനും പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനും ഉള്ള സ്ത്രീ ജീവിതത്തിൻ്റെ അപാരമായ കരുത്ത് ഈ പെണ്ണുങ്ങളുടെ ജീവിതത്തിലെല്ലാം കാണാം. വലിയ വ്യസനങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കവേ, സുധാമേനോന് പറഞ്ഞുകൊണ്ടിരിക്കവേ തൻ്റെ മകൾ സൂര്യയോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട് രേവമ്മ. അപ്പോൾ സൂര്യ തമിഴിലെ വളരെ പ്രസിദ്ധമായൊരു പ്രണയഗാനം മതിമറന്ന് പാടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ വേദനകളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയിൽ എത്തിയ സൈറ, ഇന്ത്യയിലെ ഒരു സമ്മേളനത്തിനെത്തിയ സൈറ ഒരു തിയേറ്ററിൽ പോയി സൽമാൻ ഖാൻ്റെ സിനിമ കണ്ട് ആഹ്ലാദിച്ച് നൃത്തം വയ്ക്കുകയും വിരൽ വായിലിട്ട് ചൂളമടിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ സന്തോഷം, തൻ്റെ ആത്മവീര്യം പ്രകടമാക്കുന്നുണ്ട്. ശ്രേഷ്ഠയാകട്ടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആണ് എന്താണ് എന്നുള്ളതിൻ്റെ ക്രൂരതകൾ മുഴുവൻ അനുഭവിച്ചിട്ടും തിരിച്ച് നേപ്പാളിലെത്തി അവളുടെ ജീവിതം കൃഷിയിലൂടെയും മറ്റും കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും, ശ്രീലങ്കയിലെ സ്ത്രീകളായാലും ഓരോരുത്തരും അവരവരുടെ തകർന്ന ജീവിതത്തെ പൊട്ടിയ കഷ്ണങ്ങൾ ഏച്ചുകൂട്ടിക്കൊണ്ട് പുതുതായി കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ പ്രത്യാശാഭരിതമായ ചിത്രങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ കാണാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. പുസ്തകങ്ങൾ എങ്ങനെയാണ് നമ്മളെ അനുഭവങ്ങളുടെ വലിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകത്തിൻ്റെ വായനാനുഭവങ്ങളുമായി, ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവുകളുടെ സന്തോഷവുമായി കാണുന്നത് വരെ നന്ദി.